നമ്മളെ 100 കൊല്ലം മുമ്പ് ഈ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ ഔട്ട്കാസ്റ്റ് എന്ന് പറയും. എന്നുവെച്ചാൽ അവർ ജാതിയിൽ പോലും ഇല്ല, ജാതിക്ക് പുറത്താണ്, ജാതിയിൽ പോലും ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് സിനിമാ ലോകം. സിനിമാ ലോകത്തിലെ ഈ പാവപ്പെട്ട സ്ത്രീകൾ, ഇരകളായ സ്ത്രീകൾ പഴയ ഔട്ട്കാസ്റ്റിന്റെ അതേ സമാനമായ നിലയിലാണ്. അവർ ഈ കുടുംബത്തിൽ, സിനിമാ കുടുംബത്തിൽ അംഗങ്ങളല്ലേ. അവർക്ക് ഇത്രയും വലിയ അപകടമുണ്ടായപ്പോൾ, ഇത്രയും ക്രൂരമായ പീഡനം, ചൂഷണം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ സഹോദരന്മാരെ ആരെയും കാണുന്നില്ലല്ലോ. സത്യത്തിൽ വിഷമമുണ്ട് അത് കാണുമ്പോൾ. സിനിമാ മേഖലയിലെ എല്ലാവരെയും പൊതുവൽക്കരിച്ചുകൊണ്ട് ഞങ്ങളാരും കുറ്റപ്പെടുത്തിയിട്ടില്ല. കുറ്റക്കാരെ മാത്രമല്ല, കുറ്റക്കാരെ സംരക്ഷിക്കാൻ ആരും ഇറങ്ങണ്ട, ആരും ഇറങ്ങണ്ട. അത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. തെറ്റാണ്. കാരണം ഇരകൾ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഇരകൾ കൊടുത്ത മൊഴി പെൻഡ്രൈവായി, അവർ കൊടുത്ത എവിഡൻസ് വാട്സാപ്പായിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഒഫൻസ് അല്ല, സീരീസ് ഓഫ് ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു ആണല്ലോ. ഗവൺമെന്റിന്റെ മുമ്പിൽ ആ ഇൻഫർമേഷൻ ഇറ്റ്സ് പെൻഡിങ് ബിഫോർ ദ ഗവൺമെന്റ്. സീരീസ് ഓഫ് ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു. അതാണ് ഞാൻ സെക്ഷൻ 199 ഓഫ് ദി ഭാരതീയ ജ്ഞാന സംഹിത എന്താ അന്വേഷിക്കണം. ഞങ്ങള് FIR എടുക്കാനല്ലല്ലോ പറഞ്ഞത്. ഞങ്ങള് സീനിയറായ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത്. അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണത്, ഇൻഫർമേഷൻ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നതിന്റെ തെളിവ് സഹിതമുള്ള ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ ഗവൺമെന്റ് ആരുടെ പരാതി അന്വേഷിച്ചു പോണ്? പരാതിയാണത്, മൊഴിയാണ്. സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയുടെ മുൻപാകെ ഇരകൾ കൊടുത്ത മൊഴിയാണ്, മൊഴി വിത്ത് എവിഡൻസ്. അത് ഇന്നലെ വരെ പറഞ്ഞു. ഇന്നലെ WCC എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത്. ഇനി ഇതേ ഇരകളെ കൊണ്ട് പരാതി കൊടുപ്പിക്കണം എന്ന സർക്കാരിന്റെ നിലപാട് തെറ്റാണെന്നാണ്. നിയമപരമായും തെറ്റാണ്, ധാർമ്മികമായും തെറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു തൊഴിലിടത്തിൽ, ഒരു സർക്കാർ ഓഫീസിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥയോട് ഇതുപോലെ പെരുമാറി, എന്താ നടപടി അറിഞ്ഞു കഴിഞ്ഞാൽ? അവിടുത്തെ ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? അത് ഈ ഇരയായ ആ സ്ത്രീക്ക് അപമാനമാവും ഈ സംഭവം പുറത്തറിഞ്ഞാൽ. അതുകൊണ്ട് ഇത് മൂടി വെക്കില്ല. ഹി ഹാസ് ടു ഇൻഫോം ദ പോലീസ്. Then police has to investigate. Then take the case.